പണ്ടേ ഉള്ളതാണ്. ബറാഅത്തിന്റെ 3 യാസീനോദൽ. ഒന്ന് നമ്മുടെ ആയുസ് കൂടാനും, മറ്റൊന്ന് റിസ്ക് വിശാലമാവാനും, മറ്റൊന്ന് ആഖിബത്ത് നന്നായി മരിക്കാനും. ആയുസ് കൂടാൻ വേണ്ടിയിട്ട് യാസീനോദനം എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഒരാളോട് ചോദിച്ചിട്ടേ ഉള്ളൂ, ഈ ആയുസൊക്കെ നമ്മൾ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ തന്നെ പഠിച്ചോൻ കണക്കാക്കിയതല്ലേ, പിന്നെ ബറാഅത്തിന് യാസീനോദിയിട്ട് എന്തെന്നാ കൂടല്? ഒരാളുടെ ആയുസ് തീർന്ന പിന്നെ ഒരു അങ്ങോട്ടോ ആക്കൂല എന്ന് ഖുർആനിൽ തന്നെ ഉണ്ടല്ല, പിന്നെ ബറാഅത്തിന് യാസീനോദിയിട്ട് എവിടുന്ന് ആയുസ് കൂടുന്നു എന്ന് ഒരാൾ ഇസ്കാലാക്കി. അതിനെല്ലാം നമ്മളെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമ. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. നിങ്ങൾക്ക് ആയുസ് കൂടണമെന്ന് പൂതിയുണ്ടോ, റിസ്ക് വിശാലമാവണമെന്ന് ആഗ്രഹമുണ്ടോ, കുടുംബ ബന്ധം ചേർത്തോ. അപ്പോൾ അവിടെ ശറഹ് മുസ്ലിമിൽ ഇമാം ചർച്ച ചെയ്യുന്നുണ്ട്, ആയുസ് അല്ലാഹ് പണ്ടേ തക്ദീർ ചെയ്തത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ആവൂല എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. പിന്നെ എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കുമ്പോഴത്തേക്കും ആയുസ് കൂടുക? പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞു, ആയുസ് കൂടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൽ ബറകത്തു ഫീ ഉംരിഹി, അവന്റെ ആയുഷിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നാണ്. 60 വയസ്സാ കണക്കാക്കിയോന് ബറാഅത്തിന്റെ യാസീൻ ഓതിയത് കൊണ്ട് 60, 61 ആവുന്നോ 70 ആവുന്നോ അങ്ങനെ അർത്ഥം വെക്കുന്നതിനേക്കാളും നല്ലത് കിട്ടുന്ന ആയുസ് 60 തന്നെ. പക്ഷേ 60 കാലം മോൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും അവൻ അല്ലാഹു തആല 6000 കൊല്ലം ജീവിച്ചവർക്ക് കൊടുക്കുന്നത്ര തൗഫീഖ് ഇബാദത്തുകൾ ചെയ്യാൻ ധാരാളം തൗഫീഖ് കൊടുക്കുന്ന അതിന്റെ അർത്ഥം.